കയലോരം എന്ന ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകനും അവന്റെ വയസ്സായ അമ്മയോടൊപ്പം ജീവിച്ചു വരികയായിരുന്നു. അവന്റെ കയ്യിൽ ചെറിയ വിളവൊന്നും ലഭിക്കാത്ത ഒരു വയലുണ്ട്. എന്നാലും അവൻ രാത്രിയും പകലും ഇലതെ വിളവ് ലഭിക്കാൻ ആ വയലിൽ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെ കഷ്ടപ്പെടുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വയലിൽ പോയാൽ പിന്നെ വൈകുന്നേരമേ വരൂ. കാരണം അവനൊരു വാശിയുണ്ടായിരുന്നു, അവന്റെ വിളവ് ലഭിക്കാത്ത ആ വയലിൽ നിന്നും വിളവ് കൊയ്യണമെന്ന്. ഡാ മോനെ കിഷൻ, ഞാൻ മുതലാളിയോട് സംസാരിച്ച് നിനക്കൊരു പണി ശരിയാക്കിയിട്ടുണ്ട്. നീ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് വാ. എനിക്ക് വേണ്ടിയൊന്നുമല്ല, അവിടെ ജോലിക്ക് പോയാ കുറഞ്ഞത് നിന്റെ വയറെങ്കിലും നിറയുമല്ലോ. എന്താ അമ്മേ, എന്തിനാ ചോദിച്ചത് മുതലാളിയോട്? ഞാൻ എന്തായാലും പോകില്ല. നമ്മൾക്ക് നമ്മുടേതായ സ്വന്തം വയലുള്ളപ്പോ ഞാൻ എന്തിനാ വേറെ വല്ലവരുടെ വയലിൽ ജോലി ചെയ്യണം? ശരിയാണ്, ഞാൻ പാവപ്പെട്ടവനാണ്. എന്നാലും ഞാൻ എൻ്റെ വയലിൽ നിന്നും എന്തെങ്കിലും ഒരു ദിവസം വിളവ് ലഭിക്കാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ്. അമ്മേ, ഒന്ന് നോക്കൂ, ഒരു ദിവസം ആ വയലിൽ നിന്നും ഞാൻ സ്വർണം കൊയ്യും. മോനെ, ആ വിളവ് ലഭിക്കാത്ത വയലിൽ നിന്നും എന്ത് കിട്ടുമെന്നാ കരുതുന്നത്? ആ വയൽ നശിച്ചു പോയടാ. അതിലൊരു പുല്ലുപോലും ഇനി മുളക്കില്ല. എനിക്കറിയാം നിനക്ക് ആ വയൽ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. പക്ഷേ ഇഷ്ടം കൊണ്ട് വയറ് നിറയില്ലല്ലോ മോനെ. നീ നിന്റെ വാശിയായിട്ട് നിൽക്കുകയാണെങ്കിൽ മരിക്കുകയേ ഉള്ളൂ. എന്നാലും ആ വയൽ നിനക്ക് എന്തായാലും ഒന്നും തരാൻ പോകുന്നില്ല. അമ്മ വിഷമിക്കണ്ട, നിങ്ങൾ നോക്കിക്കോളൂ. ഒരു ദിവസം ഞാൻ ആ വയലിൽ നിന്ന് തന്നെ സ്വർണം കൊയ്യും. ഒരു ദിവസം ആ വയലാകും നമ്മുടെ ജീവിതം രക്ഷിക്കാൻ പോകുന്നത്. കിഷൻ പാടത്തു പണിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരാൾ വന്നത്. കിഷൻ ചേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഇത്രയും കഷ്ടപ്പെടുന്ന ഈ വയലിൽ നിന്നും ഒരിക്കലും വിളവ് ലഭിക്കില്ലെന്ന്. മങ്ങേഷ് ചേട്ടാ, ഈ വയൽ എന്നെ ഒരുപാട് പണിയെടുപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ? ഈ മണ്ണ് എന്റെ അമ്മയെ പോലെയാണ്. എന്നോട് എന്താ പറയുന്നത് അതുപോലെ ചെയ്തേലേ പറ്റൂ. ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് വടികൊണ്ട് അടിച്ചോടിക്കും. എന്തൊക്കെയാണെങ്കിലും അവരുടെ മക്കളല്ലേ നമ്മളെല്ലാവരും. എന്തായാലും ഒരിക്കലും നമ്മളെ കൈവിടില്ല. ചിലപ്പോൾ എനിക്കിതൊന്നും വേണ്ടാന്ന് തോന്നും. പക്ഷേ ഈ മണ്ണിന്റെ മണം കിട്ടിയാൽ എല്ലാം മറക്കും ഞാൻ. എനിക്കെന്തായാലും നല്ല വിശ്വാസമുണ്ട്, എന്നെ ഈ അമ്മ വെറും കൈയോടെ വിടില്ല എന്ന്. നിങ്ങളെപ്പോലൊരു മണ്ടനെ ഇത്ര കാലം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഈ ലോകം എവിടെയെല്ലാം എത്തിയെന്നറിയുമോ? പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഈ വിളവ് ലഭിക്കാത്ത വയലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞതിന് ഒരു മറുപടിയും കൊടുക്കാനുണ്ടായിരുന്നില്ല കിഷന്. അങ്ങനെ അയാൾ അയാളുടെ വഴിക്ക് പോയി. അവന്റെ പണിയെല്ലാം കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അവന്റെ വയസ്സായ അമ്മ അടുക്കളയിൽ പുക കൊണ്ടു നിൽക്കുന്നു. എന്തു പറ്റി അമ്മ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഭക്ഷണം എന്താ ഉണ്ടാക്കിയില്ലേ? മോനെ, തീ കത്തിക്കാൻ വിറകൊന്നുമില്ല. വിറകില്ലാതെ എങ്ങനെ അടുപ്പ് കത്തിക്കും? ഇത്രയുള്ളൂ കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ പോയി വിറക് കൊണ്ടുവരാം. കിഷൻ കോടാലിയും എടുത്ത് കാട്ടിലേക്ക് നടന്നു. വയലിൽ പണിയെടുത്ത ക്ഷീണമുണ്ടെങ്കിലും അവന് ഒരു മടിയും കൂടാതെ നടന്നു. കാട്ടിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് അവിടെ ഒരു തടി കഷ്ണം കണ്ടത്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല, നേരെ വിറക് വെട്ടാൻ തുടങ്ങി. എപ്പോഴാണവോ എനിക്കൊരു നല്ല കാലം ഉണ്ടാവുക? ഇത്രയും കഷ്ടപ്പെട്ട ജീവിതം എനിക്ക് എന്തിനാവോ ദൈവം തന്നത്? ഇനി പോവാം, വിറകെല്ലാം കിട്ടിയല്ലോ. വിറകിനായി അമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നടന്നു ക്ഷീണിച്ചപ്പോൾ ആ വഴിയിൽ തന്നെ ചെറിയൊരു കുടിൽ കണ്ടു. കിഷൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ കുടിലിന്റെ മുമ്പിൽ ഒരു വയസ്സായ ഒരാളിരിക്കുന്നു. അയാൾ കിഷനെ കണ്ടപ്പോൾ പറഞ്ഞു, വാ മോനെ, ഇങ്ങോട്ട് കയറിയിരിക്കെ. നടന്നു വയ്യാതായി കാണും. കുറച്ചുനേരം ഇവിടെ വന്നിരുന്നോളൂ. കുറച്ചുനേരം ഇവിടെ ഇരിക്കാമെന്ന് കിഷൻ ചിന്തിച്ചു. അങ്ങനെ കുറച്ചുനേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ ക്ഷീണം കുറഞ്ഞു. ശരി ചേട്ടാ, ഞാൻ പോകുന്നു. വൈകുന്നേരമായി, പിന്നെ അമ്മയും കാത്തു നിൽക്കുന്നുണ്ടാവും. ശരി മോനെ, നീ പൊയ്ക്കോളൂ, അതാണ് നല്ലത്. ഇനിയും ഇരുട്ടാവാൻ നിൽക്കണ്ട. കിഷൻ വിറക് കൊണ്ട് വീട്ടിലെത്തി. അവിടെ നോക്കുമ്പോൾ ജാനകി അമ്മായി അമ്മയോടൊപ്പം ഇരിക്കുന്നു. മോനെ കിഷൻ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട്. നീ വേഗം പോയി നല്ലൊരു പണി നോക്ക്. കാരണം നല്ലൊരു പണിയില്ലെങ്കിൽ ഒരച്ഛനമ്മയും നിന്നെപ്പോലുള്ളൊരു ചെക്കന് പെണ്ണ് തരില്ല. എനിക്കറിയാം നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ വിളവ് ലഭിക്കാത്ത വയൽ പണിയെടുത്തിട്ട് ഒരു ഉപകാരവും ഇല്ല മോനെ. അമ്മയി, നിങ്ങളും തുടങ്ങിയോ?
ഇപ്പൊ ഞാൻ എന്തായാലും കല്യാണം കഴിക്കുന്നില്ല. ആദ്യം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സേവിംഗ് ഒക്കെ ആയാലേ കല്യാണം കഴിക്കൂ. നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ വയസ്സ് കൂടിക്കൂടി വരികയാണ്. നീ എന്താ സന്യാസി ആവാനാണോ? നീ ആദ്യേ ആ വിളവ് ലഭിക്കാത്ത വയലിൽ ഒഴിവാക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്ക്. അല്ലാതെ നിനക്ക് വേണ്ടി എപ്പോഴും നിന്റെ അമ്മ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണോ നീ? വിട്ടുകളയമ്മായി, നിങ്ങൾ നോക്കിക്കോ. ഒരു ദിവസം ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന വയൽ എന്റെ ആവും, തീർച്ച. ശരി, ഞാൻ പോവുന്നു. ഇവന്റെ അടുത്തൊക്കെ പറയുന്നേ നമ്മളെ വേണം തല്ലാൻ. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ചു നേരം മിണ്ടാതിരുന്നോടായിരുന്നോ നിനക്ക്? എന്തായാലും ശരി, നീ ഭക്ഷണമൊക്കെ കഴിക്കി. എനിക്ക് കുറച്ച് കിടക്കണം. അങ്ങനെ കിഷൻ അവന്റെ അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും വയലിലും നല്ല വിളവുണ്ട്. നമ്മുടെ വയൽ മാത്രം കാലിയായി കിടക്കുന്നു. ചിലപ്പോ നല്ല വയലിൽ നിന്നും വിളവ് വരാൻ കുറച്ച് സമയമെടുക്കുവാവും. ഇങ്ങനെയും വിളവ് വന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടുവാവും. ഡാ കിഷ, നീ പണിയെടുത്തോണ്ടേ ഇരിക്കേ, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. കിഷൻ അവിടെ ഇരുന്ന് പെറുപെറു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മങ്കേഷ് വരുന്നു. എന്തു പറ്റിയ കൃഷ്ണൻതേട്ടാ? വയലിൽ സ്വർണമൊന്നുമായില്ലേ? നോക്കിക്കോ, നിങ്ങൾക്ക് ഇപ്രാവശ്യവും ഈ വയലിൽ നിന്ന് ഒരു വിളവും കിട്ടില്ല. ഇങ്ങനെ പറഞ്ഞവൻ ചിരിച്ചുകൊണ്ടു പോയി. കിഷന് സങ്കടമായി. ദേഷ്യത്തോടെ അവൻ കോടാലിയുമായി വിറക് വെട്ടാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. പോയി പോയി കാടിന്റെ ഒരുപാട് ഉള്ളിലോട്ട് പോയി. അങ്ങനെ കിഷൻ കോടാലിയുമെടുത്ത് ദേഷ്യത്തോടെ വിറക് വെട്ടാൻ തുടങ്ങി. അവന്റെ ഓരോ വെട്ടിലും ദേഷ്യവും സങ്കടവും കാണാം. കിഷൻ വിറകെല്ലാം കെട്ടി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. വഴി മറന്നുപോയി എന്ന്. നടക്കുമ്പോഴെല്ലാം ഒരേപോലുള്ള വഴികൾ. അവന് മനസ്സിലാവുന്നില്ല ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന്. ഡാ കിഷ, നിന്റെ ദേഷ്യം കാരണമാണ് നീ വഴി മറന്നത്. ഇനിയിപ്പോ വീട്ടിലേക്ക് എങ്ങനെ പോകും നീ? വന്ന വഴിയിലൂടെ തന്നെ വീണ്ടും വീണ്ടും നടക്കുകയാണെന്ന് അവന് മനസ്സിലായി. അപ്പോഴാണ് അന്ന് കണ്ട ആ വയസ്സായ ചേട്ടൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ചേട്ടാ, ഒന്ന് നോക്കിക്കേ, ഞാനേ വഴി മറന്നുപോയി. ദയവ് ചെയ്ത് വഴി കാണിച്ചു തരുമോ? മോനെ, ഞാൻ കാണിച്ചു തരാം നിനക്ക് വഴി. ചേട്ടാ, നിങ്ങൾ ഈ കാട്ടിൽ എന്താ ചെയ്യുന്നത്? എന്റെ വീട് ഇവിടെ അടുത്താണ്. പിന്നെ ചെറുപ്പം മുതലേ ഈ കാട്ടിൽ കളിച്ച് വളർന്നതാണ് ഞാൻ. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിറക് എടുക്കാൻ വരാറുള്ളതാണ്. ഇപ്പോഴൊന്നും വരുന്നില്ല, വയസ്സായില്ലേ. കൂടാതെ എൻ്റെ മോളിൻ്റെ കാര്യങ്ങൾ നോക്കുകയും വേണം. അവളുടെ അമ്മ പണ്ടേ മരിച്ചുപോയി. ഞാൻ അവളെ നന്നായി പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ അവളുടെ കല്യാണപ്രായം വന്നപ്പോൾ പാവപ്പെട്ടവൻ്റെ മകളായതുകൊണ്ട് കല്യാണം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. കുറെ ദൂരം നടന്നപ്പോൾ രണ്ടുപേർക്കും കുറച്ചുനേരം ഇരിക്കാമെന്ന് തോന്നുന്നത്. രണ്ടാളുടെയും മുഖവും കണ്ടാലറിയാം വളരെ വിഷമമുള്ള ജീവിത സാഹചര്യമാണ് എന്ന്. ഒരാൾക്ക് കൃഷിയിൽ വിളവ് ലഭിക്കാത്ത, മറ്റേയാൾക്ക് തന്റെ മകളുടെ കല്യാണകാര്യം ആലോചിച്ചു. മോനെ, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് കിഷൻ. ഞാനൊരു കർഷകനാണ്. എനിക്ക് സ്വന്തമായൊരു വയലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഇപ്പോൾ എത്ര കൃഷി ചെയ്താലും വിളവൊന്നും തന്നെ ലഭിക്കുന്നില്ല. വിളവ് ലഭിക്കാത്ത മണ്ണാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും വയലിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഒരു ദിവസം നിറയെ വിളവ് ലഭിക്കുന്ന കൃഷിസ്ഥലമായി മാറുമെന്ന്. അതിനാണ് എൻ്റെ ഈ കഷ്ടപ്പാട്. കിഷൻ, നിന്റെ കഠിനാധ്വാനവും കഷ്ടപ്പാടും പിന്നെ ഈ സത്യസന്ധമായ സ്വഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറയൂ, എന്താ കാര്യം? നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? എന്റെ മകളെ നീ വിവാഹം കഴിച്ചാൽ നീ നന്നായി നോക്കുമെന്നെനിക്ക് നന്നായി അറിയാം. അവളുടെ സന്തോഷമാണ് എനിക്ക് വേണ്ടത്. കിഷൻ കുറച്ചുനേരം ആലോചിച്ചു. ചേട്ടാ, നിങ്ങൾ പറയുന്നത് നല്ലൊരു കാര്യമാണ്. എനിക്കിത് കേട്ടപ്പോൾ സന്തോഷമായി. പക്ഷേ എനിക്കിപ്പോൾ ശരിക്കും പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പണവുമില്ല. ഞാനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. എൻ്റെ വയലിൽ വിളവ് ലഭിക്കുന്നതുവരെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വേറെ ഒരു പണിക്കും ഞാൻ പോവില്ല. നിങ്ങളുടെ മോളെ ഞാൻ വിവാഹം കഴിച്ചാൽ അവളും കൂടി ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. മോനെ, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇന്നല്ലെങ്കിലും ഒരു ദിവസം നിന്റെ വയലിൽ വിളവ് ലഭിക്കുമല്ലോ. അതുവരെ എൻ്റെ മോളും നിന്റെ കൂടെ ആ വയലിനു വേണ്ടി കഷ്ടപ്പെടും. മറുതൊന്നും പറയരുത്. വീട്ടിൽ പോയി അമ്മയോട് സംസാരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരൂ.
കിഷൻ വീട്ടിലെത്തിയതും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? അതെ മോനെ, ഞാൻ ഇനി എത്ര കാലം ഉണ്ടാകും? എൻ്റെ കാലം കഴിഞ്ഞാൽ നീ തനിച്ചാകില്ലേ? നിനക്കും ഒരു ഭാര്യ വേണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ തലമുറ ഇനിയും ഉണ്ടാകും. നിന്റെ ഭാര്യ, കുട്ടികൾ, അവരുടെ കുട്ടികൾ, അങ്ങനെ ഒരുപാട് തലമുറകൾ ഇനിയും വരണം. അമ്മ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കിഷന് തോന്നി. പിറ്റേ ദിവസം തന്നെ കിഷനും അമ്മയും കൂടെ അങ്ങോട്ട് പോയി. ഇതാണ് എൻ്റെ മകൾ. നിങ്ങൾക്കിഷ്ടമായോ? മകൾ വളരെയധികം സുന്ദരിയാണ്. ഞങ്ങൾക്കൊരുപാട് ഇഷ്ടമായി. കിഷന്റെയും രമ്യയുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം രമ്യ കിഷന്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. രമ്യ നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുകയും വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം കിഷൻ തന്റെ വയലിലേക്ക് നടന്നു. വയലിൽ നോക്കിയപ്പോൾ അവൻ ഒരുപാട് വിഷമമായി. കാരണം വിളവൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ മറ്റു വയലുകളിലാണെങ്കിൽ നല്ല വിളവും ലഭിച്ചിരിക്കുന്നു. തന്റെ വയലിലാണെങ്കിൽ ഒരു പുല്ലുചെടി പോലും ഇല്ല എന്നാലോചിച്ച് ദുഃഖിച്ചു. അപ്പോഴാണ് അവന്റെ ഒരു സുഹൃത്ത് ആ വഴി വരുന്നത്. കിഷൻ ചേട്ടാ, നിങ്ങൾ എന്തിനാണ് ഈ വയലിൽ കഷ്ടപ്പെടുന്നത്? കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ചിലവ് വർദ്ധിച്ചു വരികയല്ലേ? ഇനിയെങ്കിലും വേറെ പണി നോക്കൂ. അല്ലെങ്കിൽ എന്റെ വയലിൽ പണിക്കു നിന്നോ. കിഷൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് കേട്ട് സങ്കടത്തോടെ നിന്നു. മോളെ ലക്ഷ്മി, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? നീ കുറച്ച് ഭക്ഷണം എടുത്ത് പാത്രത്തിലാക്കി കിഷന് കൊടുക്ക്. അവൻ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും വിഷമിച്ചിരിക്കുകയുമായിരിക്കും. നീ ഭക്ഷണമായിട്ട് പോയിക്കോ. അവനത് ഒരുപാട് ആശ്വാസമാകും. ലക്ഷ്മി ഭക്ഷണം കൊണ്ട് വയലിലേക്ക് പോയി. കിഷൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്റെ വയലിൽ മാത്രമാണ് വിളവൊന്നും ലഭിക്കാത്തത്. മറ്റുള്ളവർക്കെല്ലാം എത്ര വിളവാണ് കിട്ടുന്നത്? ലക്ഷ്മി വയലിൽ ഇറങ്ങിയതും വയലിന് പുതുജീവൻ വരാൻ തുടങ്ങി. ഈ മണ്ണിലിറങ്ങിയതും എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഉടനെ തന്നെ നമുക്ക് കുറേ വിള ലഭിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നീ പറയുന്നത് സത്യമാട്ടെ. നീ ലക്ഷ്മിയല്ല, മഹാലക്ഷ്മിയാണ്. പിന്നെ നീ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ നിന്നാൽ നീ ക്ഷീണിക്കും. ശരി ഏട്ടാ. കിഷൻ ചേട്ടാ, കിഷൻ ചേട്ടാ, എന്താ? ഒന്ന് എന്റെ കൂടെ വേഗം വയലിലേക്ക് വാ. ഒരു കാര്യം കാണിച്ചു തരാം. എന്താ വയലിൽ സംഭവിച്ചത്? തെളിച്ചു പറയൂ. എല്ലാവരും കൂടി വയലിലേക്ക് നടന്നു. കിഷൻ വയൽ കണ്ടതും ഞെട്ടി. വയലിൽ നിറയെ വിളവ് വന്നിരിക്കുന്നു. കിഷൻ അത് കണ്ടതും ഒരുപാട് സന്തോഷമായി. തന്റെ ഭാര്യ കാരണമാണ് തനിക്ക് ഈ ഭാഗ്യം ലഭിച്ചതെന്ന് കിഷൻ മനസ്സിലാക്കി.